നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പോളിംഗ് ദിവസം മോക്ക് പോൾ ആരംഭിച്ചത് മുതൽ പോളിംഗ് അവസാനിക്കുന്നത് വരെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ചില പ്രശ്നങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കും, ചിലവ പരിഹരിക്കാൻ പറ്റുന്നതും. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും കണക്റ്റ് ചെയ്യുന്ന വിധം നാം മനസ്സിലാക്കി. അങ്ങനെ കണക്റ്റ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയിൽ നമുക്ക് ലിങ്ക് എറർ എന്ന് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കും. ഇത് 3 തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്: ലിങ്ക് എറർ 1, ലിങ്ക് എറർ 2, ലിങ്ക് എറർ 3. ലിങ്ക് എറർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും തമ്മിലുള്ള കണക്ഷനിലുള്ള പ്രശ്നങ്ങളാണ്. ഈ കണക്ഷൻ വിച്ഛേദിച്ച് ഒന്നുകൂടി കണക്ഷൻ കൊടുത്താൽ മതിയാകും. ലിങ്ക് എറർ 3 ബാലറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷനുള്ള പ്രശ്നങ്ങളാണ്. ബാലറ്റ് യൂണിറ്റുകൾ പരസ്പരമുള്ള കണക്ഷനുകൾ ഡിസ്കണക്റ്റ് ചെയ്ത് വീണ്ടും കൃത്യമായി നൽകുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. ലിങ്ക് എറർ 2 എന്നത് സ്ലൈഡ് സ്വിച്ചിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ്. സ്ലൈഡ് സ്വിച്ചുകൾ യഥാർത്ഥ ക്രമത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ അവ പ്രോപ്പറായി 1, 2, 3 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. ഈ കണക്ഷനുകളെല്ലാം നൽകുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയാണ്. കണക്റ്റ് ചെയ്യുമ്പോൾ വയർ തള്ളിക്കൊടുക്കുകയും ടിക്ക് എന്ന ശബ്ദം കേൾക്കുകയും വേണം. അതുപോലെ ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ 2 വശവും പ്രസ് ചെയ്തുകൊണ്ട് വലിച്ച് ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. തിരിച്ചു ചെയ്താൽ വയർ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കണക്ഷൻ റെഡ് ടു റെഡ്, ബ്ലാക്ക് ടു ബ്ലാക്ക് എന്ന രൂപത്തിൽ തന്നെ നൽകണം. മോക്ക് പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇൻവാലിഡ് ഓപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ക്ലോസ് റിസൾട്ട് ക്ലിയർ CRC പ്രൊസീജിയർ പാലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. മോക്ക് പോളിന് ശേഷം ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഇൻവാലിഡ് ഓപ്പറേഷൻ കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ റിസൾട്ട് കണ്ടിട്ടില്ല എന്നതാണ്. റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് റിസൾട്ടൊക്കെ വീക്ഷിച്ചതിന് ശേഷം മാത്രമേ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേസമയം റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻവാലിഡ് ഓപ്പറേഷൻ കാണുന്നതെങ്കിൽ അതിനർത്ഥം പോൾ ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ റിസൾട്ട് നോക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴാണ് ഇൻവാലിഡ് ഓപ്പറേഷൻ എന്ന് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം പോൾ ക്ലോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ചെയ്താൽ റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് റിസൾട്ട് കണ്ട ശേഷം ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീൻ ക്ലിയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പ്രതികരണമൊന്നുമില്ല എങ്കിൽ ബിസി ലാമ്പ് ഓണായിട്ടുണ്ടായിരിക്കും. വോട്ടർ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ബിസി ലാമ്പ് ഓഫായതിനു ശേഷം മാത്രമേ ടോട്ടൽ ബട്ടൺ അമർത്താൻ പാടുള്ളൂ. ബാലറ്റ് കൊടുക്കുമ്പോൾ പ്രസ്ഡ് എറർ എന്ന് സ്ക്രീനിൽ കാണിക്കുന്നു എങ്കിൽ ഏതെങ്കിലും ബാലറ്റ് യൂണിറ്റിലെ കാൻഡിഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അമർന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ കയറി ബാലറ്റ് ബട്ടണിൽ എന്തെങ്കിലും തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു നീക്കി അത് പ്രവർത്തനക്ഷമമാക്കാവുന്നതാണ്. ഈ പ്രവർത്തനത്തിന് ഒരു ക്രമമുണ്ട്. ആദ്യം പ്രിസൈഡിംഗ് ഓഫീസർ ടോട്ടൽ ബട്ടൺ അമർത്തി ആകെ വോട്ടുകൾ ഏജൻറ്റുമാർക്ക് കാണിച്ചു കൊടുക്കണം, രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യണം. തുടർന്ന് മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ കയറി തടസ്സം നീക്കേണ്ടതാണ്. അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്ത്
വീണ്ടും ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് നേരത്തെ കണ്ട വോട്ടും ഈ വോട്ടും തുല്യമാണ് എന്ന് ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തണം. അതിനുശേഷം വോട്ടിംഗ് തുടരാം. ഇനി പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. EVM ഓൺ ചെയ്യുമ്പോൾ ഓൺ ലാമ്പ് തെളിയുന്നില്ല. ബാറ്ററി ശരിയായ രീതിയിൽ ഉറപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്, അല്ലെങ്കിൽ വോൾട്ടേജ് കുറവായതിനാൽ. കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കാണുന്നില്ല, ബീപ്പ് സൗണ്ട് കേൾക്കുന്നില്ല എങ്കിൽ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തനക്ഷമമല്ല. സെക്യൂരിറ്റി നോട്ട് കോൺഫിഗേർഡ് എന്ന് കാണിക്കുകയാണെങ്കിലും ഇനോപ്പറേറ്റീവ് ഡിസ്പ്ലേ കാണുന്നു. ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പ് മിന്നിക്കളിക്കുന്നു. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല. പോളിംഗ് ക്ലോസ് ചെയ്ത് സീൽ ചെയ്യേണ്ടതും മറ്റൊരു EVM ഉപയോഗിച്ച് വോട്ടെടുപ്പ് തുടരേണ്ടതുമാണ്. നമസ്കാരം.